ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള അഥവാ ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുടെ ആദ്യ അഭിപ്രായങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. സിനിമ കഴിഞ്ഞ് അടുത്ത ഷോയും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഇതിനിടയിൽ ഗംഭീരമായിട്ടുള്ള റിവ്യൂ ബോംബിങ്ങിന് ഒരുപാട് പേര് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് തന്നെ നമുക്കെടുത്ത് പറയാം. എന്താണെന്ന് പറഞ്ഞാൽ അത് സുരേഷ് ഗോപി ആയതുകൊണ്ട് തന്നെ എന്ന് തോന്നുന്നു. അത് അവരുടെ കാര്യം അവിടെ പോകട്ടെ. നമ്മൾ സിനിമയുടെ കാര്യങ്ങളിലേക്ക് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് പക്ക ഡീസൻ്റായിട്ട് തന്നെ സിനിമ കൊണ്ടുപോയിരുന്നു. ചെറിയ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ചെറിയ ലാഗുകൾ നമുക്ക് ഫീൽ ചെയ്തിരുന്നു. ചെറിയതല്ല, ചെറുതായിട്ട് ഉള്ള ലാഗുകൾ ഫീൽ ചെയ്തിരുന്നു. പക്ഷേ സിനിമ തുടക്കം നല്ല ലെവലിലേക്ക് തന്നെ കൊണ്ടുപോകുന്നു. ഇന്ന് നമ്മൾ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യം എന്നുള്ളത് തന്നെയാണ് സിനിമയുടെ ഹൈലൈറ്റായി പറഞ്ഞിരുന്നത്. അത് തന്നെ അങ്ങനെ കൊണ്ടുപോകുന്നു. പിന്നീട് കോർട്ട് റൂം ഡ്രാമയിലേക്ക് പോകുന്നു. കോടതി മുറിയിലെ ആ ഒരു സംഭവങ്ങളെല്ലാം അന്യായ പെർഫോമൻസോട് കൂടി തന്നെ സുരേഷ് ഗോപി പോകുന്നു. അതായത് ആ ഒരു ക്യാരക്ടർ ചെയ്യാൻ മലയാളത്തിൽ ഒരുപാട് പേരുണ്ട്. മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയ എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇത് സുരേഷ് ഗോപി ചെയ്യുമ്പോൾ അതൊരു എക്സ്ട്രാ ഓർഡിനറി സംഭവമായി തന്നെ നോക്കാം അല്ലെങ്കിൽ കാണാൻ കഴിയുമെന്നുള്ളതാണ്. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ പല സിനിമകളിലും നമുക്ക് കാണാൻ കഴിയുന്നതും അദ്ദേഹത്തിനോട് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാക്കുകയും ചെയ്യുന്നത്. മമ്മൂട്ടിക്ക് മോഹൻലാലിനുമൊപ്പം സുരേഷ് ഗോപി പിടിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തിനുള്ളത് കൊണ്ട് തന്നെയാണ് ഇവർക്ക് മുകളിൽ നിൽക്കാനുള്ള ആ റേഞ്ചിലുള്ള ചില സംഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അതുതന്നെ ഈ സിനിമയിലും ഡെലിവറി ചെയ്യുന്നുണ്ട്. വളരെ നീറ്റ് ക്രിസ്പായിട്ടുള്ള ആ ഒരു പെർഫോമൻസ് തന്നെയാണ് നമുക്ക് കോടതിക്കകത്ത് സുരേഷ് ഗോപിയെ കാണാൻ കഴിയുന്നത്. ചില നെഗറ്റീവ്സ് ഇതിനകത്ത് നമുക്ക് കാണാം. സുരേഷ് ഗോപിയായി മാറുന്ന ഔട്ട്സൈഡ് കാര്യങ്ങളൊക്കെ അത് ഒരു പക്ഷേ നമ്മൾ സുരേഷ് ഗോപി സിനിമകളിൽ എല്ലാം കാണുന്നതും അത് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആളുകളുമുണ്ട് എന്നുള്ളതാണ്. സെക്കൻഡ് ഹാഫിലേക്ക് കടന്നു വരുമ്പോൾ സിനിമ ഒരു രക്ഷയുമില്ലാത്ത ഗംഭീര പേസിൽ തന്നെ നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് ഹാഫിൽ സിനിമ നീറ്റ് ആൻഡ് ക്ലീനായി പോയിരുന്നു. അതിനുശേഷം സെക്കൻഡ് ഹാഫ് വിധി എഴുതുമെന്നാണെങ്കിൽ സെക്കൻഡ് ഹാഫ് അന്യായ രീതിയിലുള്ള ഒരു പേസിലൂടെ സംഭവമായി പോകുന്നു. ഒപ്പം ഇതിന് അഭിനയിച്ചിരിക്കുന്ന ഒട്ടുമിക്ക പേരും മികച്ച രീതിയിലുള്ള പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. സുരേഷ് ഗോപിക്കൊപ്പം ശ്രുതി രാമചന്ദ്രൻ അതിഗംഭീരമായിട്ടുള്ള കൊടൂരമായിട്ടുള്ള പെർഫോമൻസ് ആയി പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും കാര്യമെന്ന് പറയാനുള്ളത്. കാരണം സുരേഷ് ഗോപിയെ പോലെ ഒരു ഹൈലി എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ആ ഒരു വക്കീൽ വേഷം ചെയ്യുന്ന വ്യക്തിക്കൊപ്പം ഓപ്പോസിറ്റായിട്ടുള്ള വക്കീൽ അതിനൊപ്പം തന്നെ ഗംഭീരമായി അതിനോട് ചേർന്ന് തന്നെ നിന്ന് അമ്മാതിരി ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആയിട്ട് തന്നെയാണ് കാത്തു സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാം. എന്താണ് സിനിമ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച കഥ അതൊക്കെ തന്നെയാണ്. അത് തന്നെയാണ് ആദ്യം മുതലേ സിനിമയെക്കുറിച്ച് പറയുന്നതും. അത് തന്നെ വിവാദങ്ങൾ ഉണ്ടാവുകയും എന്തിനാണ് ഈ വിവാദങ്ങൾ ഉണ്ടായി എന്നുള്ളൊരു തോന്നലും വരുന്നു. പിന്നീട് നമുക്കറിയാം ഓരോ സമകാലീനമായിട്ടുള്ള കാര്യങ്ങളിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള ചില ഉന്തും തള്ളുകളും നമുക്ക് ഈ സിനിമയിൽ കാണാമെങ്കിലും ഓവറോൾ സിനിമ ഒരു മികച്ച രീതിയിലുള്ള സിനിമ തന്നെയാണ്. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫ് മികച്ച രീതിയിൽ തന്നെ കൊണ്ടുപോകുന്നു. ക്ലൈമാക്സ് എല്ലാ സംഭവങ്ങളും ഗംഭീരമായിട്ട് തന്നെയാണ് സിനിമ പോകുന്നത്. എന്താണ് ഈ കോടതി മുറികളിൽ നടക്കുന്ന സിനിമകൾ കാണാൻ, കോർട്ട് റൂം ഡ്രാമ കാണാൻ ആഗ്രഹിക്കുന്ന സുരേഷ് ഗോപി സിനിമകൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് മികച്ച ഒരു സിനിമ എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. അത്ര രസകരമായിട്ട് തന്നെയാണ് അത് പറയാൻ കഴിയുന്നത്. എല്ലാവർക്കും എല്ലാ സിനിമകളും ഇഷ്ടപ്പെടുന്നില്ല. മോഹൻലാലിൻ്റെ സിനിമകൾ എല്ലാ ആളുകൾക്കും ഇഷ്ടപ്പെടുന്നില്ല. മമ്മൂട്ടിയുടെ സിനിമകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതൊന്നുമല്ല. എന്ന് വെച്ചാൽ ആ സിനിമകളെല്ലാം മോശമാണെന്നുമില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ ഈ ഒരു സിനിമയും എല്ലാവരും കയറി കാണുമെന്നുള്ളതൊന്നും അറിയില്ല. പലപ്പോഴും ചിലപ്പോൾ രാഷ്ട്രീയ താല്പര്യങ്ങളോ അതേപോലെ വ്യക്തി താല്പര്യങ്ങളോ ഒക്കെ ഇതിനകത്തിൽ ഏറ്റക്കുറച്ചിലൂടെ അല്ലെങ്കിൽ മുഴച്ചു നിൽക്കുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയും. അത് നമുക്ക് ഓരോ വ്യക്തിക്കും ഉണ്ട്. അത് തള്ളിക്കളയാനോ അല്ലെങ്കിൽ അതിനെ കുറ്റം പറയാനോ പറ്റില്ല. കാരണം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഫാൻസ് ഗ്രൂപ്പുകളും ഒക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ സുരേഷ് ഗോപിയെ ഇഷ്ടപ്പെടുന്നത് അങ്ങനെയുള്ള സിനിമ കാണാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ഒന്നൊന്നര സംഭവമായിട്ട് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അമ്മാതിരി അതായത് നമ്മൾ സുരേഷ് ഗോപിയിൽ നിന്ന് എപ്പോഴും പ്രതീക്ഷിക്കുന്ന ഒരു സംഭവമുണ്ട്. അത് സർവ്വ മലയാളികളും ജസ്റ്റ് റിമെമ്പർ ദാറ്റ് എന്നുള്ള രീതിയിലുള്ള സാധനങ്ങളാണ് പണ്ട് മുതലേ മലയാളികൾ ഇഷ്ടപ്പെട്ടിരുന്നത്. അത് തന്നെ അദ്ദേഹത്തിൽ നിന്ന് ഡെലിവർ ആവുന്നുണ്ട്. ഇതിലെ ഏറ്റവും മികച്ചു നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ കൊടൂരമായിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ്. സാധാരണ രീതിയിൽ നമ്മൾക്കറിയാവുന്ന കഥ പലപ്പോഴും ചില സിനിമകളുടെ ഷെയ്ഡുകൾ നല്ല നല്ല സിനിമകളിൽ വരും. അവസാനമായി ഇറങ്ങിയ മോഹൻലാലിൻ്റെ 100 കോടി നേടിയ തുടരും എന്ന ആ ഒരു ചിത്രം പോലും നമുക്ക് അറിയാം ഇത് മറ്റൊരു സിനിമ. അതായത് മോഹൻലാലിൻ്റെ തന്നെ ദൃശ്യത്തിൻ്റെ ഷെയ്ഡ് വലിയ രീതിയിൽ പതിഞ്ഞിരുന്നു. ഈ സിനിമയ്ക്ക് ഷെയ്ഡും കാര്യങ്ങളുമൊക്കെ ഉണ്ട്. അത് ഞാൻ പറയുന്നില്ല, കാരണം അതൊരു സ്പോയിലർ ആകും. കാണാൻ താല്പര്യമുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടാകുമെന്നുള്ളത് കൊണ്ട് തന്നെ. എന്തായാലും മികച്ച ഒരു സിനിമ, നല്ല സിനിമ സുരേഷ് ഗോപിയിൽ നിന്ന് വന്നിരിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ഏതാനും നാളുകൾക്ക് ശേഷം സുരേഷ് ഗോപി നല്ല ഒരു സിനിമ, വർഷങ്ങളല്ല നാളുകൾക്ക് ശേഷം സുരേഷ് ഗോപി ഒരു നല്ല സിനിമ ചെയ്യുമ്പോൾ അത് നല്ല ലെവലിൽ തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. എന്താണേലും അടിപൊളിയായിട്ടുണ്ട്, ഗംഭീരമായിട്ടുണ്ട്. അടുത്ത ഒരു സുരേഷ് ഗോപിയുടെ സക്സസ് മൂവി എന്ന് തന്നെ ഉറപ്പിക്കാവുന്ന സിനിമയാണ്. കാത്തിരിക്കാം. നിങ്ങളുടെ കമൻസുകൾക്കായി നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്തണം. ഗ്രേറ്റ് മീഡിയ.